ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് BSNLൻ്റെ FTTH പ്ലാൻസ് ആണ്. BSNLൻ്റെ ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്നവർക്ക് പഴയ പ്ലാനുകളിൽ നിന്നും കുറച്ച് പ്ലാനുകൾ മാറിയിട്ടുണ്ട്. കുറച്ച് പ്ലാനുകൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ പ്ലാനുകൾ 2-3 ഒക്കെ മാറ്റിയിട്ട് പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഏപ്രിൽ മുതലാണ് ഈ ഒരു പ്ലാൻ വന്നിട്ടുള്ളത്. ഇവരുടെ പ്ലാന് ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഒക്കെ ചേഞ്ച് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള പ്ലാനുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ 399 പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് GST വരും. അപ്പോൾ ടോട്ടൽ എല്ലാ പ്ലാനിൻ്റെയും GST ഉൾപ്പെടെ എത്ര എമൗണ്ട് എന്ന് ഞാനിതിൻ്റെ വീഡിയോയ്ക്ക് ലാസ്റ്റിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓരോ പ്ലാനുകൾ വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിൽ ആദ്യത്തെ പ്ലാൻ വരുന്നത് 399 ആണ്. ഹോം വൈഫൈ എന്നാണ് ഈ പ്ലാനിൻ്റെ പേര്. റൂറൽ ഇൻഡിവിജ്വൽ കാറ്റഗറിയുള്ള ആൾക്കാർക്ക് ഇത് എടുക്കാൻ സാധിക്കും. ഇതിന് 30 MBPS ആണ് സ്പീഡ് പറയുന്നത്. 1000 GB വരെ നമുക്ക് 30 MBPS സ്പീഡിൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് 4 MBPS ആയിട്ട് സ്പീഡ് കുറയും. 399 ആണ് ഇതിൻ്റെ ചാർജ്, പ്ലസ് GST വരും. GST എത്രയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റിലെ എല്ലാ പ്ലാനും പറഞ്ഞ ശേഷം ഓരോ പ്ലാനും GST ഉൾപ്പെടെ എത്ര ബില്ല് വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്ത പ്ലാൻ വരുന്നത് 449 ആണ്. ഫൈബർ ബേസിക് നിയോ എന്നാണ് പ്ലാനിൻ്റെ പേര്. ഇതിനകത്ത് 50 MBPS ആണ് സ്പീഡ് പറയുന്നത്. 3300 GB വരെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് 4 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാന് 499 ആണ്. ഫൈബർ ബേസിക് എന്നാണ് പ്ലാനിൻ്റെ പേര്. 60 MBPS സ്പീഡാണ് ഇതിന് വരുന്നത്. 3300 GB വരെ ഉപയോഗിക്കാം. ആ 3300 GB കഴിഞ്ഞാൽ 4 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാൻ വരുന്നത് 599 ആണ്. ഫൈബർ ബേസിക് പ്ലസ് എന്നാണ് പ്ലാനിൻ്റെ പേര്. ഇതിനകത്ത് 100 MBPS സ്പീഡ് കിട്ടുന്നുണ്ട്. 4000 GB ആണ് കിട്ടുന്നത്. 4000 GB ഉപയോഗത്തിന് ശേഷം നമുക്ക് 4 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാൻ വരുന്നത് 699 ആണ്. ഫൈബർ ബേസിക് സൂപ്പർ എന്നാണ് പ്ലാനിൻ്റെ പേര്. ഇതിനകത്ത് 125 MBPS സ്പീഡ് കിട്ടുന്നുണ്ട്. 4000 GB വരെ ഉപയോഗിക്കാൻ സാധിക്കും. 4000 GB കഴിഞ്ഞാൽ 8 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാൻ വരുന്നത് 799 ആണ്. പ്ലാനിൻ്റെ പേര് ഫൈബർ TB എന്നാണ്. ഇതിനകത്തിൽ 150 MBPS വരെ നമുക്ക് 4000 GB വരെ ഉപയോഗിക്കാം. 150 MBPS സ്പീഡിൽ. അതിനുശേഷം 10 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാൻ വരുന്നത് 849 ആണ്. ഫൈബർ വാല്യൂ പ്ലസ് എന്നാണ് പ്ലാനിൻ്റെ പേര്. 150 MBPS സ്പീഡ് കിട്ടുന്നതാണ്. 5000 GB വരെ ഉപയോഗിക്കാം. 5000 GB ഉപയോഗത്തിന് ശേഷം 10 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാൻ വരുന്നത് 1049 രൂപയുടെയാണ്. ഫൈബർ 1049 ആണ് പ്ലാനിൻ്റെ പേര്. 175 MBPS ആണ് പ്ലാൻ സ്പീഡ്. 3000 GB വരെ ഉപയോഗിക്കാം. 3000 GBക്ക് ശേഷം 15 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാന് 1299 ആണ്. ഫൈബർ പ്രീമിയം പ്ലസ് എന്നാണ് പ്ലാനിൻ്റെ പേര്. 225 MBPS സ്പീഡിൽ 6000 GB വരെ ഉപയോഗിക്കാം. 6000 GB ഉപയോഗത്തിന് ശേഷം 15 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാൻ വരുന്നത് 599 ആണ്. ഫൈബർ ബേസിക് OTT എന്നാണ് പ്ലാനിൻ്റെ പേര്. ഇതിനകത്ത് നമുക്ക് OTT സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ സൂപ്പർ പ്ലാനിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്. ഇതിനകത്ത് 75 MBPS ആണ് സ്പീഡ് പറയുന്നത്. 4000 GB വരെ ഉപയോഗിക്കാം. 4000 GBക്ക് ശേഷം 4 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത പ്ലാൻ വരുന്നത് 699 ആണ്. ഫൈബർ ബേസിക് പ്ലസ് OTT എന്നാണ് പ്ലാനിൻ്റെ പേര്. 100 MBPS സ്പീഡിൽ 4000 GB വരെ ഉപയോഗിക്കാം. 4000 GBക്ക് ശേഷം 4 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. ഇതിനകത്തിൽ OTT കിട്ടുന്നത് OTT 1 ഓർ OTT 2 ആണ്. അത് ഞാൻ OTT 1ഉം 2ഉം 3 എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് കാണിച്ചു തരാം. അടുത്ത പ്ലാൻ വരുന്നത് 799 ആണ്. ഫൈബർ വാല്യൂ OTT എന്നാണ് പ്ലാനിൻ്റെ പേര്. 125 MBPS സ്പീഡ് കിട്ടും. 4000 GB വരെ. ശേഷം 4000 GBക്ക് ശേഷം 8 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. ഇതിനകത്തിൽ OTT വരുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സൂപ്പർ പ്ലാൻ പ്ലസ് OTT 1 ഓർ 2 ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. OTT 1ഉം 2ഉം 3 എന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് വീഡിയോയ്ക്ക് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു OTT 1ഉം 2ഉം ഏതൊക്കെയാണ് പ്ലാൻ വരുന്നത് കാണിച്ചു തരാം. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അടുത്ത പ്ലാൻ 2299 ആണ്. ഫൈബർ സിൽവർ OTT എന്നാണ് പ്ലാനിൻ്റെ പേര്. ഇതിനകത്തിൽ 300 MBPS സ്പീഡ് കിട്ടും. 7000 GB വരെ ഉപയോഗിക്കാം. 7000 GB ഉപയോഗത്തിന് ശേഷം 30 MBPS സ്പീഡ് ആയിട്ട് കുറയുന്നതാണ്. ഇതിനകത്തിൽ OTT 3 ആണ് കിട്ടുന്നത്. OTT 1ഉം 2ഉം 3 എന്തെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. അടുത്ത പ്ലാൻ വരുന്നത് 2799 ആണ്. ഫൈബർ സിൽവർ പ്ലസ് OTT എന്നാണ് പ്ലാനിൻ്റെ പേര്. 500 MBPS സ്പീഡ് കിട്ടും. 7500 GB വരെ ഉപയോഗിക്കാൻ സാധിക്കും. 35 MBPS ആയിട്ട് സ്പീഡ് കുറയും. 7500 ശേഷം 35 MBPS ആയിട്ട് സ്പീഡ് കുറയും. ഇതിനകത്തിൽ OTT 3 ആണ് കിട്ടുന്നത്. അടുത്ത പ്ലാൻ വരുന്നത് 4799 ആണ്. ഇതിന് 1 GB സ്പീഡ് കിട്ടും. 1 Gbps സ്പീഡ് കിട്ടും. 9500 GB ഡാറ്റ നമുക്ക് ഉപയോഗിക്കാം. 9500 GB ഡാറ്റയ്ക്ക് ശേഷം 45 MBPS ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. ഇതിന് OTT 3 ആണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത്. അടുത്ത പ്ലാൻ വരുന്നത് റൂറൽ വോയിസ് അൺലിമിറ്റഡ് 249 രൂപയാണ്. ഇതിനകത്തിൽ 10 GB ഡാറ്റ കിട്ടും. 10 MBPS സ്പീഡിൽ. ഇതിനകത്തിൽ 10 GB കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 MBPS സ്പീഡായിട്ട് കുറയുന്നതാണ്. ഇതിനകത്തിൽ ഇത് കണക്ഷൻ വരുന്നത് റൂറൽ ഏരിയാസിൽ മാത്രം കൊടുക്കുന്ന കണക്ഷനാണ്.
കണക്ഷൻ എടുക്കുമ്പോൾ ഈ പ്ലാൻ ചൂസ് ചെയ്യുന്നൊരു തിരക്കിയ ശേഷം മാത്രം എടുക്കുക. അടുത്ത പ്ലാൻ വരുന്നത് അർബൻ വോയിസ് അൺലിമിറ്റഡ് 299 രൂപയാണ്. അർബൻ ഏരിയസിൽ മാത്രം കൊടുക്കുന്ന കണക്ഷനാണ്. 20 GB ഡാറ്റ കിട്ടും. 10 MB സ്പീഡിൽ 20 GB ശേഷം 1 MB ആയിട്ട് സ്പീഡ് കുറയുന്നതാണ്. അടുത്ത വരുന്ന ഈ ഒരു പ്ലാന് 50 GB 50 രൂപ, 100 GB 75 രൂപ. അപ്പം നമ്മുടെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞ് നമ്മുടെ ഡേറ്റ തീർന്നു, നമുക്ക് സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ അഡീഷണലായിട്ട് എടുക്കാവുന്ന സ്പീഡ് റീസ്റ്റോറേഷൻ ആഡ് ഓൺ പ്ലാനാണ് ഈ ഒരു പ്ലാന് 50 രൂപ 75 രൂപ. അതുപോലെ തന്നെ വേറെ 2 പ്ലാനും കൂടെ ഉണ്ട് ഇതിനകത്ത് വരുന്നത് 250 GB കിട്ടും 150 രൂപ, 500 GB 250 രൂപയ്ക്കും കിട്ടും. ഈ 2 പ്ലാനുകൾ, ഈ 4 പ്ലാനുകൾ ആഡ് ഓൺ പ്ലാനുകളാണ്. അടുത്ത പ്ലാൻ വരുന്നത് OTTയുടെ ആഡ് ഓൺ പ്ലാനാണ്. OTTയുടെ ആഡ് ഓൺ പ്ലാൻ വരുന്നത് 49 രൂപയ്ക്ക് OTT 3 ആഡ് ഓൺ പ്ലാൻ എടുക്കാം, 199 OTT 1 എടുക്കാം, 249 OTT 2 എടുക്കാം. ഈ 3 OTT ആഡ് ഓൺ പ്ലാനാണ് വരുന്നത്. ഇനി OTT 1, 2, 3 എന്താണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഈ പ്ലാൻ്റെ എല്ലാം പറഞ്ഞ ശേഷം കാണിച്ചു തരാം. അതുപോലെ GST അടക്കം എത്രയാണ് വരുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. അടുത്ത പ്ലാൻ വരുന്നത് 1999 രൂപയുടെയാണ്. സ്പെഷ്യൽ പ്ലാനാണ്. ഹോം വൈഫൈ ഹാഫ് ഇയർലി പ്ലാൻ, ഒൺലി ഇൻ റൂറൽ ഇൻഡിവിജ്വൽ കാറ്റഗറി. 30 MB സ്പീഡ്, 1000 GB വരെ ഉപയോഗിക്കുക എല്ലാ മാസവും. ശേഷം 4 MB ആയിട്ട് സ്പീഡ് കുറയും. ഇതിന് പ്ലാൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 399 പ്ലാനാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ച പ്ലാൻ 399 ആ ഒരു പ്ലാൻ തന്നെയാണ്. ഇത് 6 മാസത്തേക്ക് നമുക്ക് ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് 1999 രൂപയാവുന്നുള്ളൂ. ഇനി 399 വെച്ച് എല്ലാ മാസവും അടയ്ക്കുവാണെങ്കിൽ 2400 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. GST ഇല്ലാതെയാണ്. GST വരുമ്പോൾ അതിൻ്റെ കൂടെ വരും. GST അടക്കമുള്ള എമൗണ്ട് എത്രയാണെന്നുള്ള ഓരോ പ്ലാൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ OTT പ്ലാറ്റ്ഫോം OTT 1, 2, 3 എന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഹാഫ് ഇയർലി പ്ലാൻ ചൂസ് ചെയ്തുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും രൂപ, ഇപ്പോൾ 2000 രൂപ ആവുന്നേ ഉള്ളൂ, മറ്റേ 2400 രൂപ വരുന്നുണ്ട്. അപ്പോൾ 400 രൂപ നമുക്ക് സേവ് ചെയ്യാം. ഒരുമിച്ച് നമുക്ക് 6 മാസത്തേക്ക് ഒരു പ്ലാനായിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 400 രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു പ്ലാൻ്റെ പ്രത്യേകത, സ്പെഷ്യൽ പ്ലാൻസ്. അടുത്ത പ്ലാനാണ് 329 രൂപയുടെ പ്ലാന്. ഫൈബർ എൻട്രി പ്ലാനാണ് ഈ ഒരു പ്ലാൻ്റെ പേര്. 20 MB സ്പീഡ് നമുക്ക് 1000 GB വരെ ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് 4 MB സ്പീഡായിട്ട് കുറയുന്നതാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, ഒൺലി ഇൻ ഈ ഒരു സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നവർ നോക്കി ശേഷം മാത്രം ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്യുക. ഈ ഒരു സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ പ്ലാൻ കിട്ടുന്നതാണ്. ഇനിയും ലാസ്റ്റിലത്തെ പ്ലാൻ വരുന്നത് 2999 രൂപയുടെയാണ്. ഇത് നമുക്ക് വീടുകളിലൊന്നും ഈ കണക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് 200 MB സ്പീഡൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു കണക്ഷൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള കണക്ഷനാണ്. ഇനി നമുക്ക് OTT പ്ലാറ്റ്ഫോമിൻ്റെയും GST അടക്കമുള്ള എത്ര രൂപ ബില്ല് വരുമെന്നും ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാനിവിടെ GST അടക്കം എത്ര രൂപ ബില്ല് വരുമെന്ന് കാണിച്ചു തരാം. ഞാൻ എല്ലാ പ്ലാനുകളെയും കാണിക്കുന്നില്ല, കാരണം എല്ലാ പ്ലാനുകളും കാണിക്കാൻ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് തന്നെ കുറച്ച് പോപ്പുലറായിട്ടുള്ള കുറച്ച് പ്ലാനുകളുടെ മാത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ ഏത് പ്ലാൻ എടുത്താലും അതിൻ്റെ കൂടെ 18% GST കൂട്ടിയാൽ ആ ഒരു GST അടക്കമുള്ള ബില്ല് കിട്ടുന്നതാണ്. അപ്പോൾ ടോട്ടൽ ബില്ല് പ്ലസ് ഇപ്പോൾ 399 പ്ലസ് 18% കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ 18% GST വരുന്നത്. അപ്പോൾ OTT എക്സ്ട്രാ ആഡ് ഓൺ പ്ലാൻ എടുത്താലും അതുപോലെ എക്സ്ട്രാ ഡേറ്റയുടെ ആഡ് ഓൺ എടുത്താലും 18% GST അടയ്ക്കണം. അപ്പോൾ 399 പ്ലാൻ എടുത്താൽ 470.82 ബില്ല് വരും. 449 എടുത്താൽ 529.82 ബില്ല് വരും. 499 588.82, 599 706.82, 699 പ്ലാന് 824.82, 799 പ്ലാന് 942.82, 849 പ്ലാന് 1001.82. അപ്പോൾ ഇങ്ങനെയാണ് ബില്ല് വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കണക്ഷൻ എടുക്കുന്ന ആളാണെങ്കിൽ കണക്ഷൻ എടുത്ത് ആദ്യത്തെ 5 മാസത്തേക്ക് ഓരോ മാസം 100 രൂപ വെച്ച് 500 രൂപ വരെ പിടിക്കും. അത് കോഷൻ ഡിപ്പോസിറ്റാണ്. നമ്മൾ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പൈസ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ BSNL തിരക്കിയപ്പോൾ അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ കണക്ഷൻ എടുത്തതും. ഞാൻ കണക്ഷൻ എടുത്തിട്ട് 3 മാസമായി. എനിക്കിപ്പോൾ ഓരോ മാസം 500 രൂപ വെച്ചിപ്പോൾ 300 രൂപ വരെ എക്സ്ട്രാ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മാസം കൂടെ പിടിക്കുമായിരിക്കും. നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇനി ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് OTT പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ പ്ലാനാണ് OTT 1, 2, 3 അത് ഏതൊക്കെ ഇത് കിട്ടുമെന്ന് നമ്മൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ BSNLൻ്റെ കണക്ഷൻ എടുക്കുന്നവർക്ക് OTTയുടെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് OTT 1, OTT 2, OTT 3 ഇങ്ങനെ മാത്രമേ പ്ലാനിൻ്റെ കൂടെ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. OTT 1 ഏതൊക്കെ പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്, OTT 2 അതുപോലെ OTT 3 അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണക്ഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ് എടുക്കാനുള്ളത്. അപ്പോൾ അത് ഇനിയിപ്പോൾ എക്സ്ട്രാ ഇതിനകത്തിൽ എന്തെങ്കിലും മാറ്റി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത് നിങ്ങളെ BSNLൻ്റെ കസ്റ്റമർ കെയർ ആയിട്ട് BSNLൻ്റെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത ശേഷം ടെലിഫോൺ എക്സ്ചേഞ്ച് ചെന്നിട്ട് ചോദിച്ച ശേഷം മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് തരുമെന്ന് അറിയത്തില്ല. അത് ചോദിച്ച ശേഷം മാത്രം കണക്ഷൻ എടുക്കുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ
കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള കണക്ഷൻ ചൂസ് ചെയ്യാൻ ഈ വീഡിയോ പ്രയോജനപ്പെടും. ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്ലാനുകളാണ് ചെയ്യുന്നത്. ചിലപ്പം പുതിയ പ്ലാനുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം. അടുത്ത ദിവസം അടുത്ത വീഡിയോ എടുക്കണം.